പൊതുവെ ജർമ്മൻ കാറുകൾക്ക് നല്ല ചീത്തപ്പേരാണ്, ഭയങ്കര മെയിൻ്റനൻസ് ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാവരും ജാപ്പനീസ് കാർ, ടൊയോട്ട, നിസാനൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ജർമ്മൻ കാറുകളാണ്. കാരണം ബിൽഡ് ക്വാളിറ്റി ജർമ്മൻ കാറുകളാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സേഫ്റ്റി ആണെങ്കിലും ജർമ്മൻ കാറുകളാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ വണ്ടി, ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞ വണ്ടിയാണ്, സർവീസ് കോൺട്രാക്ട് ഉണ്ട് ശരിയാണ്, പക്ഷേ വണ്ടിക്ക് ഒരു പാർട്ടും ഇതുവരെ എനിക്ക് മാറേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ആകെ സ്പെൻഡ് ചെയ്തത്, എൻ്റെ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഇറക്കിയതാണ് ഞാൻ, എനിക്ക് ആകെ സ്പെൻഡ് ആയത് 315 ദിർഹംസാണ് ഞാനിപ്പോൾ എൻ്റെ സർവീസിനാകെ സ്പെൻഡ് ചെയ്തത്. 315 ദിർഹംസ് കൊടുത്ത എന്തിനാന്ന് പറഞ്ഞാൽ വണ്ടി പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്ത പൈസ മാത്രം, അല്ലാതെ ഒരു ദിർഹംസ് എനിക്ക് എക്സ്ട്രാ ആയിട്ടില്ല, ഒരു പാർട്ടോ ഒന്നും മാറേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടിമേൽ ഒരു എക്സ്പെൻസും വന്നിട്ടില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ഓൺ ടൈം വണ്ടി സർവീസ് ചെയ്യും, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജാപ്പനീസ് കാറുകളെക്കാട്ടും എന്തുകൊണ്ടും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ആണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും ജർമ്മൻ കാറുകൾക്ക് നല്ലത്. പക്ഷേ